ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജി ആണ്. ഫീലിങ്സ് എന്താണ്, അവരെന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്, ത്രീ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ, ടു ഓഫ് പെൻഡക്കിൾസും സെവൻ ഓഫ് പെൻഡക്കിൾസ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, ഹെർമിറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിനകത്ത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ എനർജിയാണ് ഫസ്റ്റ് തന്നെ കാണുന്നത്. അതായത് ഇവർ ലൈഫിൽ എന്തോ ഒരു കാര്യം, ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കറക്റ്റ് ഒരു 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 ഡിസിഷൻ, ഒറ്റൊരു സ്റ്റാൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിലാണ് ഉള്ളത്. കാണാനൊന്നും പറ്റില്ല, നേരിട്ട് കാണാനൊന്നും പറ്റാത്ത രീതിയിൽ അത്രയും ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഈ പേഴ്സൺ ഉള്ളത്. ലൈഫിലും അങ്ങനെ തന്നെ, റിയാലിറ്റിയും അങ്ങനെ തന്നെ. ഓക്കെ, അതായത് മനസ്സുകൊണ്ടും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ അവർ നിൽക്കുന്ന ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു ഡിസ്റ്റൻസ് ആണ്. മേ ബി അബ്രോഡ് ആയിരിക്കാം. ഓക്കെ, സെക്കൻഡ് ഒരു വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ട ഒരു സംഭവമാണ്. അതായത് ഈ പേഴ്സൻ്റെ ലൈഫിൽ ഇത് നടക്കേണ്ട ഒരു സംഭവമാണ്. കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാർമിക് ആയിട്ടെന്ന് പറയുമ്പോൾ അവർ ലൈഫിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, ഈവൻ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പ്രതിഫലം എന്താണോ അത് അവരുടെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ അവർ ഓരോ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ആളുകളെ പഠിച്ചിട്ടുണ്ടാകാം, കൂടെയുള്ള ആളുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവാം. ആരാണ് നല്ലത്, ആരാണ് ചീത്തത്, ആരാണ് പുറകിൽ നിന്ന് കുത്തുന്നത്, ആരാണ് സപ്പോർട്ടീവായിട്ടുള്ള പേഴ്സൺ എന്നൊക്കെയുള്ളത് ഈ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സെവൻ ഓഫ് പെൻഡിക്കിൾസ് വരുമ്പം ഹാർഡ് വർക്കാണ് കാണുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഇവർ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. സോ ഇവിടെ ഹാർഡ് വർക്ക് ഒരുപാട് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പേഴ്സൻ്റെ ലൈഫിലും സ്നേഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർക്ക് റൈറ്റ് ചെയ്താ റോങ് ചെയ്താ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒന്നിനെയും അവർ അക്സെപ്റ്റ് ആക്കുന്നില്ല, അല്ലെങ്കിൽ അവർ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതുപോലെ നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് മാറാൻ വേണ്ടിയിട്ടും അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ജോബിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ പ്രൊമോഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കാം, ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി തരുന്ന ഒരു ജോബിന് വേണ്ടിയിട്ടായിരിക്കാം അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. വളരെയധികം കൺഫ്യൂഷൻ ഉള്ള ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. ബിക്കോസ് അവർക്ക് ഭയങ്കരമായിട്ടും ജഗ്ലിംഗ് ഉണ്ട്, ബാലൻസ് ഇല്ലായ്മയാണ്, മൾട്ടിപ്പിൾ പ്രിയോറിറ്റിയാണ്. ഒരു വശത്ത് നിങ്ങളുമുണ്ട്, മറ്റൊരു വശത്ത് വേറൊരു സിറ്റുവേഷനും ഉണ്ട്. അത് ഫിനാൻഷ്യലി ഉള്ള കാര്യമായിരിക്കാം. സോ ഇവർക്ക് ഇങ്ങനെ, അതായത് ഒരു ബാലൻസ് ഇല്ലാതെയാണ് അവർ നിൽക്കുന്നത്. ഒരു സ്ട്രഗിളിങ് അവസ്ഥയാണ്. ഡിസിഷൻ എടുക്കാൻ കറക്റ്റായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഇവരുടെ മനസ്സിൽ ഇവർക്ക് ഡിസിഷൻ എടുത്തേ പറ്റൂ എന്നുള്ളൊരു തോട്ടുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടു. ഹെർമിറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ പേഴ്സൺ സെൽഫ് പ്രിയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതലായിട്ടും. ഓക്കെ, അത് ഈ വീൽ ഓഫ് ഫോർച്യൂണുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടി പറ്റും. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് കാർമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അവർ ഓരോ പാഠങ്ങൾ ലൈഫിൽ പഠിക്കുന്നത് അവർ യൂസ്ഫുൾ ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഓരോ പാഠങ്ങൾ അവർക്ക് കിട്ടുന്നു,
അതിലവർ സെൽഫ് പ്രിയോറിറ്റി കൊടുക്കാൻ തുടങ്ങി. അതുപോലെ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാകാം. അതായത് മറ്റുള്ളവർ പറയുന്ന തീരുമാനം കേൾക്കാതെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ളൊരു പക്വത അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി ഇപ്പം നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, തീരുമാനം എടുക്കുക. അതുകൊണ്ടാണ് അവർ ഒരു ലാസ്റ്റ് സ്റ്റാൻഡ് എന്തായാലും എടുക്കണം അവരുടെ ലൈഫിൽ എന്ന് അവർ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇതാണ്. ഇനി നമുക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഫീലിങ്സ് എന്താണ്? ഹൈ പ്രീസ്റ്റസ്, പേജ് ഓഫ് വൺസ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? Six of Cups, Justice, Temperance, Ten of Swords. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. കാർഡ് കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സോ വേൾഡ് കാർഡ് ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. ഈ പേഴ്സണ് നിങ്ങളടുത്ത് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, ഇവർക്ക് നിങ്ങളടുത്ത് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇമോഷണലി പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വരുമ്പം ഇപ്പം നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ ഗോഡിനെ പോലും വിളിക്കുന്നുണ്ട്. അതായത് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന അത്രയും ഒരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എന്ന് കാണുന്നുണ്ട്. സോ ദൈവത്തെ ആശ്രയിച്ച് പോകുന്നുണ്ട് ഈ പേഴ്സൺ. ഓക്കെ, വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്ത ഒരാളായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ദൈവത്തെ പോലും വിളിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ ശരിയാകാൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് ഫാമിലീനെ കാണുന്നുണ്ട് കൂടുതലായിട്ടും. സോ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നിങ്ങളിപ്പോൾ കോണ്ടാക്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരൊരു വെയിറ്റിംഗ് എനർജി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മാറി നിന്നുകൊണ്ട് സ്പൈ ചെയ്യുക, സ്പൈ വർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളെ മാറി നിന്നുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക. നിങ്ങളുടെ വാട്സപ്പ് DP ഓർ സ്റ്റാറ്റസ് അങ്ങനെയുള്ള സ്റ്റോറി അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ വേറെ അക്കൗണ്ടിൽ നിന്നിട്ടായിരിക്കാം ഇതൊക്കെ ചെയ്യുന്നത്. സ്പൈ വർക്ക് എന്തായാലും ഈ പേഴ്സൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെ ഒരു ന്യൂസസ്, ഗുഡ് ന്യൂസസ് നിങ്ങളെ അറിയിക്കണം, ഇൻഫോം ചെയ്യണം എന്നുള്ളതും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നതാണ്, അവരുടെ ഫീലിങ്സ് ആണിത്. അതുപോലെ 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. പാസ്റ്റിലെ കാര്യങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ഈ പേഴ്സൺ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഒന്നിനെയും മറന്നു പോയിട്ടില്ല. പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം വളരെ ഹാപ്പി ആയിട്ട് അവർക്ക് ആ ഒരു പാസ്റ്റിലേക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സന്തോഷകരമായ നിമിഷങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പം ഒരു കുട്ടിയുടെ എനർജിയാണ്, അല്ലെങ്കിൽ കുട്ടിത്തമുള്ള ഒരാളുടെ എനർജിയിലേക്ക് അവർ പോവുകയാണ്. ഓക്കെ, ഫെമിനിൻ എനർജി അധികമാവുക, കുട്ടിത്തമാവുക, ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ആയി പോവുക, അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് ഇവർ പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഈ പാസ്റ്റിലുള്ള ഈ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഭയങ്കരമായിട്ടും ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. ഒന്നും മറന്നു പോകാൻ സമ്മതിക്കുന്നില്ല, വളരെയധികം ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പാസ്റ്റിനകത്ത് വളരെ സന്തോഷത്തോടെ അത്രയും സ്ട്രോങ് ആയിട്ട് പോയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അത് പെട്ടെന്നുണ്ടായ സ്ട്രഗ്ലിങ് കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇപ്പം ഇങ്ങനെ ഈ പേഴ്സൺ അതൊരു നൊസ്റ്റു ആയിട്ട്, അല്ലെങ്കിൽ പാസ്റ്റായിട്ട് തന്നെ വെക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം. ഓക്കെ, ജസ്റ്റിസിൻ്റെ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഇവിടെ കാണുന്നുണ്ട്. ഈ പേഴ്സൺ അത് നന്നായിട്ട് അറിയാം, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കടന്നു പോകുന്നത് ഒരു ഉത്തരമില്ലാതെയാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ക്ലാരിറ്റി കൊടുത്തിട്ടില്ല എന്നുള്ളത് ഈ പേഴ്സണെ നല്ല രീതിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി കൊടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണം. ഇത്രയും നാളും നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഈ പേഴ്സണ് റിഗ്രറ്റ് ഉണ്ട്. അങ്ങനെ റിഗ്രറ്റ് അടിക്കുന്നത് കൊണ്ട് തന്നെ ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരണം എന്നുള്ളത്. ഓക്കെ, ഇവിടെ ടെമ്പറൻസിന് എനർജി വന്നിട്ടുണ്ട്. ഇത് അവരുടെ ഫീലിങ്സിനെ അവർ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്.
ഓക്കെ, അവരുടെ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അവർ ഹീൽ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴോ സെൽഫ് ലവ് ചെയ്യുമ്പോഴോ സെൽഫ് പ്രിയോറിറ്റി കൊടുക്കുമ്പോഴൊക്കെ അവരുടെ ലൈഫിലുള്ള ചില കാര്യങ്ങൾ എടുത്തു ചാടുന്ന ഒരാളായിരിക്കാം മേ ബി നിങ്ങളുടെ പേഴ്സൺ. എടുത്തു ചാടി തീരുമാനം എടുക്കുന്ന ഒരാളായിരിക്കാം. സോ അങ്ങനെ എടുത്തൊരു തീരുമാനം തന്നെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ എല്ലാം ഇപ്പോൾ ഒരു ബാലൻസിലാണ് അവർ സൂക്ഷിക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് ആയിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, എന്തൊരു കാര്യവും ഒരു ബാലൻസിൽ ഇട്ടിട്ടാണ് അവർ വെക്കുന്നത്. അത് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഫീലിങ്സ് കാണിച്ചിട്ടുണ്ടാവുക, റൊമാൻറ്റിക് എനർജി കാണിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അപ്പം അതിനുശേഷമായിരിക്കും നിങ്ങൾ പോലും അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ടാവുക. ഓക്കെ, പക്ഷെ അത് നിങ്ങൾ അങ്ങോട്ട് അതുപോലെ ആയി വരുമ്പോഴത്തേക്കും ഈ പേഴ്സൺ പെട്ടെന്ന് ക്യാരക്ടർ ചേഞ്ച് ആയി അവർ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം പെട്ടെന്ന് ആ തന്നുകൊണ്ടിരുന്ന സ്നേഹം അല്ലെങ്കിൽ ആ തന്നുകൊണ്ടിരുന്ന ഫീലിങ്സ് എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പം അതിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഒരു ബൗണ്ടറിക്കകത്താണ് വെച്ചേക്കുന്നത്. എക്സ്പ്രസ് ചെയ്യുന്നത് ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് വരികയാണെങ്കിൽ പോലും അവരധികം അങ്ങോട്ട് ഇമോഷൻസിനെ കാണിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ അവരങ്ങനെയല്ല. അവരുടെ കോൺഷ്യസ് മൈൻഡിനകത്ത് ഇഷ്ടം പോലെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനെ ബാലൻസ് ചെയ്ത് മാത്രമേ അവർ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇവിടെ 10 ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇവർക്ക് പെയിൻഫുൾ ആണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ള കാര്യം വളരെ പെയിൻഫുൾ ആയിട്ടാണ് കാണിക്കുന്നത്. സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഈ പേഴ്സണ് ഡിസിഷൻ എടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ കടന്നു വന്നു. അപ്പോൾ ആ സിറ്റുവേഷൻസ് ബേസ് ചെയ്തിട്ട് ഈ പേഴ്സണ് മനസ്സില്ലാ മനസ്സോടെ ബ്രേക്കപ്പ് അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളടുത്ത് നിന്ന് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറി പോവുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് അതുകൊണ്ടാണ്. പക്ഷെ അതൊരു ടെമ്പററി ആയിട്ടുള്ള അവസ്ഥ മാത്രമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി പേഴ്സണ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹം ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. ഒരുപാട് സ്നേഹം ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. അൺലിമിറ്റഡ് ആണ്. അതുപോലെ ന്യൂ ലൈഫ് നിങ്ങളുടെ കൂടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് പാസ്റ്റിൽ നടന്നതൊക്കെ പാസ്റ്റിൽ തന്നെ വിട്ട് കളഞ്ഞിട്ട് ഒരു ന്യൂ ലൈഫിലൂടെ കടന്നു പോകാം എന്നുള്ള കാര്യം. ഓക്കെ, അതായത് ന്യൂ ലൈഫ് ഇവർക്ക് വേണം. നിങ്ങളുടെ കൂടെ ആ ഒരു ന്യൂ ലൈഫിലൂടെ കടന്നു പോകണം അല്ലെങ്കിൽ ജീവിക്കണം എന്നൊരാഗ്രഹം ഇവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് കാണുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പം ഈ പേഴ്സൺ ഒരു ആക്ഷനും എടുക്കാതെ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ടും എടുക്കാതെ ഇരിക്കുന്നതായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻവെസ്റ്റും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ടൈം ആയിരിക്കാം, അവർ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ടൈം ആയിരിക്കാം, അവരുടെ കോൺസെൻട്രേഷൻ കിട്ടാത്ത വിധത്തിൽ പല കാര്യങ്ങളും അവർക്ക് നടക്കുന്നുണ്ടാവുമായിരിക്കും. മീൻസ് റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടും സ്ട്രക്കായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവർക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ. അതായത് ഇപ്പം കറൻ്റ്ലി അവർക്ക് ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം അവരിപ്പം തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണെങ്കിൽ ഇപ്പം അങ്ങനെ തേർഡ് പാർട്ടി സിറ്റുവേഷനൊന്നും ഇവിടെ ഇല്ല. പകരം ഇവർ ഒറ്റയ്ക്കാണ്. ഇപ്പം ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒറ്റയ്ക്കാണ്. അവർ എലോൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. സ്നേഹിക്കുന്ന ആളുകളുണ്ട്, സ്നേഹം കൊടുക്കുന്ന ആളുകളുണ്ട്, പക്ഷേ സ്റ്റിൽ അവർ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, അവരൊറ്റയ്ക്കാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. സോ ഇപ്പം അവരൊറ്റയ്ക്കാണ് എന്ന് പറയാൻ നിങ്ങളുടെ അടുത്ത് ആഗ്രഹിക്കുന്നുണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. സോ
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഈ പേഴ്സൺ ഉണ്ട്. ഓക്കെ, ഷെയറിങ് ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിക്ക്. അത് ഫിനാൻഷ്യലി ആയിരിക്കാം, സപ്പോർട്ടായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മീൻസ് നിങ്ങൾക്ക് തരാത്തൊരു ക്ലാരിറ്റി ആയിരിക്കാം. ഇത് നിങ്ങളടുത്ത് പറയണം, പക്ഷേ നിങ്ങൾ അതിനെങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ അതിനെങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളൊരു പേടി ഈ പേഴ്സൺ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. 5 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മേ ബി എക്സ്ട്രാ മറിറ്റൽ അഫെയർ ആയിരിക്കാം. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, ഉള്ളവരെടുക്കുക. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഇപ്പം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് സ്റ്റിൽ കാണുന്നത് നിങ്ങൾ തമ്മിൽ. ഓക്കെ, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. സോ ആ ഡിസ്റ്റൻസിൽ നിൽക്കുമ്പം ഈ പേഴ്സൺ കരുതുന്നത് നിങ്ങൾ ഇനി വേറെ റിലേഷൻഷിപ്പിലേക്ക് പോവോ എന്നുള്ളൊരു പേടി ഇവർക്കുണ്ട്. അതായത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വിട്ട് വേറൊരു റിലേഷൻഷിപ്പ് സെലക്ട് ചെയ്ത് പോകുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. സോ വേഗം ഒരു ആക്ഷൻ എടുക്കണം, ഞാൻ വേഗം ഒരു ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിൽ അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവസാനമായിട്ട് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എലോണായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ചുറ്റിനുമുള്ള സംഭവങ്ങളിൽ നിന്നും എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് കേട്ടോ. എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ. അവരിപ്പം സ്ട്രഗിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണോ നിങ്ങളുടെ ഇടയിൽ ഡിസ്റ്റൻസ് വന്നിട്ടുള്ളത്, അതിൽ നിന്നെല്ലാം ഇവർ എസ്കേപ്പ് ആവുന്നുണ്ട്, എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. മൂൺ കാർഡ് ഉണ്ട്, പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. ഈ പേഴ്സൻ്റെ എനർജി നോക്കുമ്പം ഇവർ നിങ്ങളുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. സോ അത് വളരെ പോസിറ്റീവാണ്, ക്ലെയിം ചെയ്യുക. ഓക്കെ, ഇനി സോഡിയാക് സൈൻ നോക്കാം. സോഡിയാക് സൈൻ Pisces, Gemini, Pisces again, Aries, Cancer, Leo, Virgo, Aquarius, Libra, Taurus, Gemini, Taurus, Aries, Libra, Aquarius, Sagittarius, Taurus and Capricorn. ഓക്കെ, നിങ്ങൾക്കുള്ള സോഡിയാക് സൈൻ ഇതാണ്. ഇനി നിങ്ങൾക്കുള്ള ക്ലൂസും കൂടി നോക്കാം. ലെറ്റർ S 21, ലെറ്റർ M 10, ലെറ്റർ N, ലെറ്റർ C D and 7, letter C 34, letter Q 38, 13, 28, letter S, letter H 38, letter K 42, letter L 23, letter M 25, letter I 30, 48, letter F, letter D 13 and 3, 21, 19, letter F, letter N, letter J number 1, letter N 26, 28. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ്. ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിംഗ് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.